Yes, hello everyone. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിൽ ബി സോൾവിംഗ് ദ ഇല്ലസ്ട്രേഷൻ 9 ഫ്രം ദ വെരി ബേസിക്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ ഒക്കെ കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇല്ലസ്ട്രേഷൻ 9 എങ്ങനെ സോൾവ് ചെയ്യും നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിൽ ആദ്യം പറയുന്ന അതെന്താ നോക്കൂ. ഫസ്റ്റ് വൺ ഇസ് പർച്ചേസ്ഡ് ഗുഡ്സ്. പർച്ചേസ്ഡ് ഗുഡ്സ് on credit from Ram and Co. From Ram and Co. എത്രയാണ്? 4 rupees 30,000. 4 rupees 30,000. ഓക്കെ, യെസ്. അപ്പൊ ഇത് ഏത് സബ്സിഡി ബുക്കിലാണ് വരിക? ഒബ്വിയസ്ലി പർച്ചേസ് ബുക്കിലാണ് വരിക അല്ലെ? അതായത് നമുക്ക് നോക്കാം. സോ പർച്ചേസ് ബുക്കിലാണ് വരിക. പർച്ചേസ് ബുക്ക് സബ്സിഡി ബുക്ക് ഏതിലാണ്? പർച്ചേസ്ഡ് ഗുഡ്സ് അല്ലേ? അപ്പൊ കംസ് ആൻഡ് പർച്ചേസ്ഡ് ബുക്ക് എങ്ങനെ വരിക? rupees 30,000. നരേഷൻ ഇസ് രാമായണം. ഇത് വളരെ സിമ്പിൾ ആണ്. ഇതിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല. നൗ ഇതിന്റെ ജേർണൽ എൻട്രി നമുക്ക് നോക്കാം. അവിടെയാണ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, സോ ജേർണൽ എൻട്രി ഏതൊക്കെ രണ്ട് അക്കൗണ്ട്സ് ആണ് ഇവിടെ വരുന്നത്? പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം റാം ആൻഡ് കോ എന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ടും ഉണ്ട്, അതേപോലെ തന്നെ റാം ആൻഡ് കോ അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, സോ പർച്ചേസ് അക്കൗണ്ട് എന്ത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ്? പർച്ചേസ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എൻ എക്സ്പെൻസ് അല്ലെ? സോ ഇറ്റ് കംസ് അണ്ടർ നോമിനൽ അക്കൗണ്ട്. നമ്മൾ മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ആർക്കെങ്കിലും ഇപ്പൊ പറയുന്ന മനസ്സിലായില്ലെങ്കിൽ ഗോ ബാക്ക് ടു ദ പ്രീവിയസ് ക്ലാസ്. സോ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോമിനൽ അക്കൗണ്ട്, ബിക്കോസ് പർച്ചേസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചോളം എക്സ്പെൻസ് ആണ്. അപ്പൊ അതിന്റെ റൂൾ എങ്ങനെയാണ്? നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സ്പെൻസ്. സോ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 30,000 അല്ല. ഇനി അടുത്ത അക്കൗണ്ട് ഏതാ? ഇറ്റ്സ് എ റാം ആൻഡ് കോ അക്കൗണ്ട്. റാം ആൻഡ് കോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വിച്ച് ടൈപ്പ് ഓഫ് കംസ് അണ്ടർ വിച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ട്? കംസ് അണ്ടർ പേഴ്സണൽ അക്കൗണ്ട്. കാരണം പേഴ്സണൽ അക്കൗണ്ട്, കമ്പനി അക്കൗണ്ട് എല്ലാം വരുന്നത് പേഴ്സണൽ അക്കൗണ്ടിലാണ്. അതിലെന്താണ് റൂൾ? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യണം, കമ്പനി ആരെയാണ് പർച്ചേസ് ചെയ്യുന്ന? റാം ആൻഡ് കോ. സോ റാം ആൻഡ് കോ ഇസ് ഗിവിംഗ്. സോ വാട്ട് ഹാപ്പൻസ്? ഡെബിറ്റ് റിസീവർ, ക്രെഡിറ്റ് ഗിവർ. അപ്പൊ റാം ആൻഡ് കോ ഇസ് ഗിവിംഗ് ദ പർച്ചേസ് ഐറ്റംസ് അല്ലെ? സോ ഹിയർ വാട്ട് കംസ്? റാം ആൻഡ് കോ ഇസ് ക്രെഡിറ്റ് ടു റാം ആൻഡ് കോ അക്കൗണ്ട് is 30,000. ക്ലിയർ അല്ലേ? അപ്പൊ അതോടെ ആ ഫസ്റ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ എന്താ നോക്കാം. സെക്കൻഡ് വൺ ഈസ് sold goods on credit to Shyam and Co. rupees 20,000. ഓക്കെ, അപ്പോ ഉറപ്പായിട്ടും നമുക്ക് ഏത് സബ്സിഡി ബുക്കിലാണ് വരിക നിങ്ങൾക്ക് അറിയാം. കംസ് ആൻഡർ സെയിൽസ് ബുക്ക്. ക്രെഡിറ്റിലാണ് സെയിൽ ചെയ്യുന്നത്, അതുകൊണ്ടാണ് സെയിൽസ് ബുക്ക് വരുന്നത്. അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൽ നേരെ വന്നത് അല്ലെ? സെയിൽസ് ബുക്ക് ദാറ്റ് കംസ് അണ്ടർ rupees 20,000. നരേഷൻ ഈസ് ശ്യാം ആൻഡ് കോ. ഇതിൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. നൗ വിൽ ഗോ ടു ദ ജേർണൽ എൻട്രി. Now we'll go to the journal entry. അപ്പൊ ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് ഇവിടെ അഫക്റ്റഡ് ആയിരിക്കുന്നത്? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന മാതിരി ശ്യാം ആൻഡ് കോ അക്കൗണ്ട് ഉണ്ട്, സെയിൽസ് അക്കൗണ്ട് ഉണ്ട്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു ശ്യാം ആൻഡ് കോ. സോ രണ്ട് അക്കൗണ്ട് ഉണ്ട്. അതായത് ശ്യാം ആൻഡ് കോ അക്കൗണ്ടും ഉണ്ട്, സെയിൽസ് അക്കൗണ്ടും ഉണ്ട്. ശ്യാം ആൻഡ് കോ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ടിൽ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ അല്ലെ? അപ്പൊ ഇവിടെ ശ്യാമിന് നമ്മൾ സാധനങ്ങൾ വിൽക്കുകയാണ്. അപ്പൊ ശ്യാം ഇസ് ദ റിസീവർ. അപ്പൊ ഡെബിറ്റ് ദ റിസീവർ എന്ന് പറയുമ്പോൾ ശ്യാം ആൻഡ് കോ അക്കൗണ്ട് ഇസ് ദ റിസീവർ. ഓക്കെ, സോ ഡെബിറ്റ് വരും.
Shyam and Co account debit. That is rupees 20,000. ഇനി സെയിൽസ് അക്കൗണ്ട് ആണ്. സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് ഇസ് എ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതല്ലേ. സോ നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് റൂൾ എങ്ങനെയാണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇൻകം കിട്ടാണ്. സോ ഇറ്റ് കംസ് അണ്ടർ സെയിൽ. ടു സെയിൽസ് അക്കൗണ്ട്, ടു സെയിൽസ് അക്കൗണ്ട് rupees 20,000. ക്ലിയർ അല്ലേ? അപ്പൊ ആ ട്രാൻസാക്ഷനും കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഇല്ലസ്ട്രേഷനിൽ പറഞ്ഞ അടുത്തത് returned goods to Ram and Co. rupees 5,000. ഓക്കെ, അപ്പൊ ഇത് ഏത് ബുക്കിലാണ് വരിക? ദിസ് കംസ് അണ്ടർ പർച്ചേസ് റിട്ടേൺ ബുക്ക്. കാരണം നമ്മൾ റാമിന്റെ പർച്ചേസ് ചെയ്തു, അത് റിട്ടേൺ കൊടുക്കുന്നതാണ് അല്ലെ. സോ പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ കീഴിലാണ് വരിക. സബ്സിഡറി ബുക്ക് പർച്ചേസ് റിട്ടേൺ ബുക്ക് ആണ്. പർച്ചേസ് റിട്ടേൺ ബുക്ക് അതിലൊന്നുമില്ല, നേരെ rupees 5,000. Narration is Ram and Co. ഇവിടെ ഒന്നും നോക്കാനില്ല. ഓക്കെ, നൗ അപ്പൊ ഇത്രയായി അല്ലെ. പർച്ചേസ് റിട്ടേൺ ബുക്സ് rupees 5,000 Ram and Co ആയി. ഇനി ഇതിന് നമുക്ക് ജേണൽ എൻട്രി നോക്കണം. ഇവിടെ ഏതൊക്കെ അക്കൗണ്ടാണ് വരുന്നത്? പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടും വരുന്നുണ്ട്, റാം ആൻഡ് കോ അക്കൗണ്ടും വരുന്നുണ്ട് അല്ലെ. റാം ആൻഡ് കോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റ്സ് എ പേഴ്സണൽ അക്കൗണ്ട് അല്ലെ. പേഴ്സണൽ അക്കൗണ്ട് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? കമ്പനി റാമിന്റെ കുറെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അതിൽ കുറച്ച് ഗുഡ്സ് റാമിന് തന്നെ റിട്ടേൺ ചെയ്യാണ്. അപ്പൊ റാം ആൻഡ് കോ ഇസ് ദ റിസീവർ ഇവിടെ അല്ലെ. അപ്പൊ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരം ഡെബിറ്റ് റിസീവറിൽ റാം ആൻഡ് കോ ബിക്കംസ് ഡെബിറ്റ്. സോ റാം ആൻഡ് കോ becomes debit. It is rupees 5,000. ഇനി എന്താ വരുന്നത്? അടുത്ത അക്കൗണ്ട് എന്താ വരുന്നത്? പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് റാമിന്റെ ഇങ്ങോട്ട് പൈസ തിരിച്ചു കിട്ടണ്ടേ നമ്മൾ കൊടുക്കുമ്പോ. അപ്പോ സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ഇൻകം അല്ലെ. സോ നമുക്ക് എന്താ പറയുക? ക്രെഡിറ്റിലാണ് വരിക. നോമിനൽ അക്കൗണ്ടിൽ പറയുന്നത് ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. സോ ഇവിടെ ക്രെഡിറ്റ് ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൽ ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ക്രെഡിറ്റ് 5,000. ഓക്കെ അല്ലേ? ഇനി അപ്പൊ അത് നമ്മൾ ചെയ്തു അല്ലെ. ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാല് ഇറ്റ്സ് നമ്മുടെ ഈ സെയിൽസ് റിട്ടേൺ ആണ് അടുത്തല്ലേ. അടുത്തൊന്ന് വായിക്കാം. അടുത്തെന്ന് പറയുന്നത് ശ്യാം ആൻഡ് കോ റിട്ടേൺ. ഈ ബിസിനസ് സെയിൽ ചെയ്തതിൽ നിന്ന് റിട്ടേൺ ചെയ്തു അതാണ് ഇവിടെ പറയുന്നത്. ശ്യാം ആൻഡ് കോന് സെയിൽ ചെയ്ത സാധനങ്ങളിൽ നിന്ന് റിട്ടേൺ ആവുന്നത്. റിട്ടേൺ ഗുഡ്സ് വർത്ത് rupees 3,000. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ സബ്സിഡി ബുക്ക് എന്ന് പറഞ്ഞാല് ഉറപ്പായിട്ട് ഏതാ വരിക? സബ്സിഡി ബുക്ക് വരുന്നത് സെയിൽസ് റിട്ടേൺ ബുക്കാണ്. സെയിൽസ് റിട്ടേൺ ബുക്ക്. സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത് rupees 3,000. ഓക്കെ, നറേഷനിൽ ശ്യാം ആൻഡ് കോ. ഇനി ഇതിന്റെ ജേണൽ എൻട്രി നോക്കാം. രണ്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഇവിടെ വരുന്നത്. ഏതൊക്കെയാ വരുന്നത്? ഒന്ന് വന്നിട്ട് ശ്യാം ആൻഡ് കോ അക്കൗണ്ടും, പിന്നെ ഒന്ന് സെയിൽസ് റിട്ടേൺ അക്കൗണ്ടും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് എടുക്കാം. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. സെയിൽസ് റിട്ടേൺ വരുമ്പോൾ നമുക്ക് എന്താ വരുന്നത്?
എക്സ്പെൻസ് വരും. നമ്മൾ വിറ്റ സാധനം ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ നമുക്ക് എന്താ വരിക? എക്സ്പെൻസ് ആണ് വരിക അല്ലെ? സോ ഡെബിറ്റ് ഓൾ ദ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. സോ അതിന്റെ റൂൾ നോമിനൽ അക്കൗണ്ട് റൂൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആണ് അല്ലെ? അപ്പോ സെയിൽസ് റിട്ടേൺ ഈ നോമിനൽ അക്കൗണ്ട് ഒക്കെ റൂൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ പഠിച്ചാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ആ ക്ലാസ്സിലോട്ട് പിന്നോട്ട് പോകണം. ഓക്കെ. സോ നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും അല്ലെ? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. എത്ര റുപ്പീസ്? 3000. പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സെയിൽസ് റിട്ടേൺ ചെയ്യുമ്പോൾ ശ്യാം നമുക്ക് തരികയാണ് അല്ലെ? ശ്യാം ആൻഡ് കോ നമുക്ക് തരികയാണ്. സോ ശ്യാം ഇസ് ദ ഗിവർ. പേഴ്സണൽ അക്കൗണ്ടില് ശ്യാം ആൻഡ് കോ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ക്രെഡിറ്റ് ദ ഗിവർ ആണ്. അപ്പൊ ശ്യാം ആൻഡ് കോ അക്കൗണ്ട് ഇസ് ദ ക്രെഡിറ്റർ ടു ശ്യാം ആൻഡ് കോ അക്കൗണ്ട് 3000. ഓക്കെ. ഇതാണ് ഇതിൽ പറയുന്ന നാലാമത്തേത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തെന്ന് പറഞ്ഞാല് received a bill from Shyam and Co. Rupees 17,000. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയിരുന്നു ഓൾറെഡി അല്ലേ? സോ ഇറ്റ് കംസ് അണ്ടർ ദ ബിൽസ് റിസീവബിൾ ബുക്ക്. ബിൽസ് റിസീവബിൾ ബുക്ക്. Rupees 17,000 Shyam and Co. ഓക്കെ. അപ്പൊ ബിൽസ് റിസീവബിൾ ബുക്കിന്റെ നമ്മൾ വി സ്റ്റഡീഡ് ദ റൂൾ ഇൻ ദ സബ്സിഡറി അല്ലെ? ഡെബിറ്റ് ദ എന്താണ് ബിൽസ് റിസീവബിൾ എന്താ പറയുന്നത്? ഡെബിറ്റ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, ക്രെഡിറ്റ് ദ ഡെപ്റ്റർ. സോ വളരെ സിമ്പിൾ ആണ്. ഇവിടെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഹു ഈസ് ദ ഡെപ്റ്റർ? Who is the debtor? Debtor here is the പേര് പറഞ്ഞിരിക്കുന്നത് Shyam and Co. So Shyam and Co can be credited. വളരെ സിമ്പിൾ ആണ്. ബിൽസ് റിസീവബിൾ വന്നു കഴിഞ്ഞാല് നമ്മൾ വി ഷുഡ് ഡെബിറ്റ് ദ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ദ ഡെപ്റ്റർ. ഇവിടെ ഡെപ്റ്റർ എന്ന് പറയുന്നത് Shyam and Co ആണ്. സോ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് debit 17,000 to Shyam and Co account 17,000. Clear? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ലാസ്റ്റത്തെ വൺ ഇസ് accepted a bill in favor of. അക്സെപ്റ്റഡ് എ ബിൽ ഇൻ ഫേവർ ഓഫ് എന്ന് പറഞ്ഞാൽ കമ്പനി അങ്ങോട്ട് പൈസ കൊടുക്കാൻ തീരുമാനിച്ചു. ദാറ്റ് ഇസ് കംസ് അണ്ടർ ബിൽസ് പേയബിൾ. ഓക്കെ. അക്സെപ്റ്റഡ് എ ബിൽ in favor of Ram and Co. Rupees 25,000. ഓക്കെ. അപ്പോ ഇവിടെ എന്താ നമുക്ക് ഒരു ബിൽസ് പേയബിൾ വരും. അക്സെപ്റ്റഡ് ബിൽ ഫേവർ ഓഫ് ഈ നമ്മുടെ ബിസിനസ് ഒരു ബിൽ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരാൾക്ക്, റാം ആൻഡ് കോ. അങ്ങനെ വരുമ്പോൾ ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിളിലെ റൂൾ എന്താന്ന് വെച്ചാല് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഡെബിറ്റ് ദ ക്രെഡിറ്റർ, ക്രെഡിറ്റ് ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഓക്കെ. അപ്പോ ഡെബിറ്റ് ദ ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ആരാ ഡെബിറ്റ്? റാം ആൻഡ് കോ ഇസ് ദ ഡെബിറ്റ്. Ram and Co. Debit 25,000. Now and credit the bills payable account. To bills payable. To bills payable account 25,000.
ഓക്കെ, ഇത്രയുള്ള നിങ്ങളുടെ ഇല്ലസ്ട്രേഷൻ. ജസ്റ്റ് ഡു ഇറ്റ് ഓൺ യുവർ ഓൺ. ഈ ഞാൻ ഈ പറഞ്ഞ ലോജിക്ക് വെച്ചിട്ട് തനിയെ മനസ്സിലാക്കി ഒന്നുകൂടി ചെയ്തു നോക്കുക. സോ ദറ്റ് സ്റ്റിക്സ് ടു യുവർ മൈൻഡ്. ഓക്കെ, താങ്ക് യു.